ഇവിടേക്ക്. അപ്പൊ കിങ്ങിണിയല്ല മിൻമിനി. അതെന്ത് തേങ്ങലോട്ട് നേരെ വീട്ടിലോട്ട് വിട്ടോ. ഞങ്ങൾക്ക് ഇവനെ കൊണ്ട് കുറച്ച് പരിപാടിയുണ്ട്. താങ്ക്സ് ചേട്ടന്മാരെ. നോ മനുഷ്യൻ. അയ്യോ നിൻമിനി പോലെ എന്നെ തനിച്ചാക്കി പോലെ. നിന്റെ പേരെന്തു? സോമസുന്ദരം. നിനക്ക് എന്തോ ആവണമെന്ന് ആഗ്രഹം? കണക്ക് മാഷി. അപ്പൊ ആള് തന്നെ. നിനക്കെന്താ കണക്ക് മാഷാവണമെന്ന് ഇത്ര നിർബന്ധം? കണക്ക് മാഷായ കുട്ടികളെ തല്ലുകയും ഉപദേശിക്കുകയും ചെയ്യാലോ. മോനെ നിനക്ക് ഞങ്ങളാരെന്ന് മനസ്സിലായോ? ഇല്ല. ഞങ്ങള് കാലന്റെ അസിസ്റ്റൻസാ. അയ്യോ ഒറ്റ വെച്ചാ നിന്റെ തലയടിച്ചു വിളിക്കും. വിലടുത്ത് വായിക്കടാ. കാലിന് കുറച്ച് പരിപാടികളുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങളെ വിട്ടാ നിന്നെ വിളിച്ചോണ്ട് വരാൻ. വാ, നിന്റെ സമയം തീർന്നു. അപ്പാ നിന്നോട് വിരലെടുത്ത് വായി വെക്കാനല്ലേ പറഞ്ഞേ? നീ ഇത് കണ്ടോ? ഇത് ഞങ്ങൾ കാലിനുമായിട്ട് ആശയവിനിമയം നടത്തുന്നു ഉപകരണം. കണ്ട കണ്ട ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. കണ്ട അണ്ണാ അതെ ആളെ കിട്ടി. ഇതെന്തോ ഈ പറയുന്നേ? അത് നീ ചെയ്ത പാവങ്ങളുടെ ലിസ്റ്റാ. അയ്യോ കാലണ്ണ എന്റെ അടുത്ത് ക്ഷമിക്ക്, ഞാനൊരു പൊട്ടരാ. നീന്തടാ വണ്ടി റിവേഴ്സ് എടുക്കുന്നോ? എന്നെ കൊണ്ടുപോവല്ലേ പ്ലീസ്, എന്നെ കൊണ്ടുപോവല്ലേ. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല അക്ഷയ്, അല്ല കാലകയാ, ഒരു ചാൻസ് കൊടുക്കാൻ ഇനി നല്ല കുട്ടിയാവോ? ആവാം. നീ ഇനി ആൾക്കാർ ഉപദേശിക്കാൻ പോവോ? ഇല്ല. നിനക്ക് കണക്ക് മാഷാവണോടാ? ആവണ്ട. ഇനി മര്യാദക്ക് കാലിനെ സേവിച്ച് ഇനിയുള്ള കാലം ജീവിച്ചോണം, ലൗകിക സുഖങ്ങളില്ലാതെ. അത് വേണോ? വേണം. ഇനി അണ്ണനോടല്ല ഏറ്റു പറ. അയ്യോ കാലണ്ണ ഇനി ഞാൻ ഉപദേശിക്കില്ല, കണക്ക് മാഷാവില്ല, തല്ലൂല, അണ്ണനെ സേവിച്ചില്ല, ഒന്നുമില്ലാതെ ജീവിച്ചോളാം. കാലട്ട ഇനി ഞാൻ ഉപദേശിക്കില്ല, കണക്ക് മാഷാവില്ല, കുട്ടികളെ തല്ലുമില്ല, ലവ് ഒന്നും ഇല്ലാതെ അണ്ണനെ സേവിച്ച് സുഖമായിട്ട് ജീവിച്ചോളാം. അങ്ങനെയാണെ പൊയ്ക്കോ. പിന്നെ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും അപ്രത്യക്ഷമായിട്ട്. നീ പ്രതിജ്ഞ എന്തെങ്കിലും തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പ്രത്യക്ഷമാവും, നിന്റെ പണി തീർക്കും. ഒരിക്കലുമില്ല. എന്റെ പെട്ടി അവന്റെ ഓട്ടം കണ്ടു. ദൂരം